നാം ഒരിക്കലും ഒരു ചെടി നടുമ്പോൾ നമുക്ക് വേണ്ടി എന്ന് നാം ചെയ്യരുത്. അങ്ങനെയെങ്കിൽ നമുക്ക് മടിയുണ്ടാകും. അതേസമയം അത് മറ്റുള്ളവർക്ക് ഭൂമിക്കൊരു തണൽ എന്നുള്ള രീതിയിൽ നാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം കൃഷി ചെയ്യണം. ഇന്ന് പലർക്കും എന്താണ്, ഒരു ചെടി നടുമ്പോ അല്ലെങ്കിൽ എന്താണ് ഒരു വാഴവിത്ത് കൊണ്ടുവന്നിട്ടോ അതിനേക്ക് മുളച്ചു വരുമ്പോ ഇത്ര സമയമാകും, ആ സമയത്തൊന്നും നമ്മളിവിടെ ചിലപ്പോൾ കാണണമെന്നില്ല. മനസ്സിലായോ? ഒരു ചെടി നമ്മൾ നടുമ്പോൾ അതിന് വലിയ വൃക്ഷമായി അതിന്റെ കായ്കനികളൊക്കെ ലഭിക്കുന്ന സമയമാകുമ്പോൾ നമ്മളൊന്നും ഇവിടെ കാണൂലായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ഒരിക്കലും. അതുകൊണ്ടാണ് പറയാൻ പോകുന്ന ഒരു ഹദീസാണ്, ഒരു ചരിത്രമാണ്. ആ ചരിത്രം എന്താണ്? മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. അത് കൃഷി ചെയ്യാനായിട്ട് എന്താണ് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വലിയ ഒരു സൈക്കോളജി മൂവ്മെന്റ് ആണ്. ഏതാണെന്നറിയുമോ? കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടി എന്നുള്ള രീതി ചെയ്യരുത്. അവിടെ നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, അതും എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ അവിടെ വരുത്തേണ്ടത്. എന്തേ? അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നീ ചെയ്താൽ അതിന്റെ കൂലി നിന്റെ ആഖിറത്തിലേക്ക് ലഭിക്കും. ഈ ഒരു ചരിത്രം കേട്ടോളിൻ. ഈ ഒരു ചരിത്രത്തിലൂടെ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഒരു വലിയ ഒരു പ്രോത്സാഹനമാണ്, ഒരു ഉഷാറാണ്, ഒരു ഉണർവാണ് നമുക്ക് നൽകുന്നത്. അതൊരു വലിയ സൈക്കോളജി മൂവ്മെന്റ് ആണ്. ഇത് എവിടെ നിന്നാണ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന് ഈ പാഠം ലഭിച്ചത്? മഹാനവറുകൾ സഹാബിയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് കിട്ടിയ അറിവാണിത്. ഏത്? കേട്ടോളിൻ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ മഹാനവറുകൾ അവിടുന്ന് ഒരു ചെടി നട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകളുടെ അടുക്കലൂടെ ഒരു മനുഷ്യൻ കടന്നു പോവുകയാ. അപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുകയാണ്, മഹാനവറുകളോട് ചോദിക്കുകയാണ്, അബൂ ദർദാ, നിങ്ങൾ ഈ വാർദ്ധക്യം ചെന്നപ്പോഴാണോ ഈ വൃക്ഷം നിങ്ങൾ ഇങ്ങനെ നടുന്നത്, ഈ ചെടി നിങ്ങൾ നടുന്നത്? ഇതിന് വളർന്ന് കായ്കനികളെ ലഭിക്കണമെങ്കിൽ ഇത്ര വർഷമാവുകയില്ലേ? ആ സമയം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ? നിങ്ങൾ ഇപ്പോൾ വല്ലാത്ത വാർദ്ധക്യമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അതാ ആ മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? ഈ ഒരു വാക്ക് മുഅ്മിനീങ്ങളെ നമുക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഒരു ഉണർവാണ് നൽകുന്നത്, ഒരു ഉണർവാണ്, ഒരു ഉത്സാഹമാണ് നൽകുന്നത്, ഒരു സൈക്കോളജി മൂവ്മെന്റ് ആണ് പ്രിയപ്പെട്ടവരെ മാനസികപരമായിട്ട് നമുക്ക് ഉണർവ് നൽകുന്നത്. എന്താണെന്നറിയുവോ? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്നറിയുമോ? സഹോദരാ, ഞാൻ ഈ ചെടി നട്ടതുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ടല്ല,